കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത ഭരതനാട്യം തിയേറ്ററിൽ പരാജയപ്പെട്ട ചിത്രമായിരുന്നു. ഒരു ക്ലീൻ ഫാമിലി കോമഡി ചിത്രമായിട്ട് കൂടി തിയേറ്ററിൽ ആള് കയറിയില്ല. മലയാളത്തിൽ ഇറങ്ങുന്ന ലോഡ് കണക്കിന് ചെറുതും വലുതുമായ പടങ്ങൾക്കിടയിൽ ഭരതൻ നായരുടെ നാട്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷേ സിനിമ OTT-യിൽ എത്തിയപ്പോൾ കഥ മാറി. ഭരതൻ നായർക്ക് മാത്രമല്ല, അയാളുടെ 2 ഭാര്യമാർക്കും 5 മക്കൾക്കും അവരുടെ നല്ല ബാധികൾക്കും കയ്യടി കിട്ടി. ഈ പടം എങ്ങനെ തിയേറ്ററിൽ മിസ്സാക്കിയെന്ന് കണ്ടവർ അത്ഭുതപ്പെട്ടു. അത് മോശമായി പോയല്ലോ എന്ന് നെടുവീർപ്പിട്ടു. ഇവിടെയാണ് കൃഷ്ണദാസ് മുരളി എന്ന റൈറ്റർ ഡയറക്ടർ ഭരതനാട്യത്തിന് 2ാം ഭാഗവുമായി എത്തുന്നത്. ഇത്തവണ കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് സംവിധായകൻ പ്രേക്ഷകരെ സമീപിച്ചത്. ആദ്യ ഭാഗം വീണപ്പോൾ 2ാം ഭാഗം കൊണ്ട് പരിഹാരക്രിയ നടത്തിയ മിഥുൻ മാനുവൽ തോമസിന് സ്തുതി പറഞ്ഞു. ഭരതനാട്യത്തിൽ ആളുകളെ പിടിച്ചിരുത്തിയ ഘടകങ്ങൾ ഒന്നൊന്നായി നിരത്തിവെച്ചു. പുതിയ കഥാപാത്രങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ചെറിയൊരു ജോണർ മാറ്റവും. ഭരതനാട്യം എന്തുതരം പടമാണ് എന്നൊരു സൂചന കൊടുക്കാൻ അണിയറ പ്രവർത്തകർക്ക് പറ്റിയില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അത് ഈ പടത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, തിയേറ്ററുകളിൽ കിതയ്ക്കുകയും OTT-യിൽ കുതിക്കുകയും ചെയ്യുന്ന മിക്ക സിനിമകളുടെ കാര്യത്തിലും സംഭവിക്കുന്ന വീഴ്ചയാണത്. ട്രെയിലറും ടീസറും കാണാതെ കണ്ണുമടച്ച് തിയേറ്ററുകളിൽ കയറുന്ന സാഹസികർ കുറഞ്ഞു വരികയാണ്. അത് മറക്കരുത്. പരലോകം പൂകിയ ഭരതൻ നായരുടെ കുടുംബം മറ്റൊരു ഊരാക്കുടുക്കിൽ പെട്ടിരിക്കുന്നു. അവരുടെ കുടുംബത്തിലേക്ക് ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥി എത്തുന്നു. ഈ കഥ ചിരിയിലാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ അല്പം ട്രാക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് ട്രെയിലർ വ്യക്തമായ സൂചന നൽകി. ഈ ട്രാക്ക് മാറ്റമാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടത്തിന്റെ മുഖ്യ സവിശേഷത. തന്റെ കയ്യിലുള്ള ബേസിക് തീമിലേക്ക് കൃഷ്ണദാസ് മുരളി ഡാർക്ക് ഹ്യൂമർ ചേർത്തു. കൃത്യമായ അളവിൽ, തന്റെ കഥയെയും കഥാപാത്രങ്ങളെയും ബാധിക്കാത്ത വിധം. അതുകൊണ്ട് തന്നെ ഒരു ഫൺ ഫാമിലി മൂവിക്ക് കിട്ടുന്നതിലും ഓഡിയൻസ് മോഹിനിയാട്ടത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് കരുതി തുടക്കത്തിൽ തന്നെ ഡാർക്ക് ഹ്യൂമർ കോർണറിലേക്ക് കാണികളെ കൊണ്ടിറക്കി വിടുന്നില്ല സംവിധായകൻ. സാവധാനമാണ് സിനിമയുടെ മൂഡ് മാറുന്നത്. പുതിയ പശ്ചാത്തലം, കഥാപാത്രങ്ങൾ എന്നിവ പരിചയപ്പെടുത്തിയ ശേഷമാണ് സിനിമയുടെ ജോണർ ഷിഫ്റ്റ്. അത് നമ്മൾ അറിയുന്നുകൂടിയില്ല. കഥാപാത്രങ്ങളെ ഉപയോഗിച്ച വിധത്തിലും മോഹിനിയാട്ടത്തിൽ മാറ്റം കാണാം. ഭരതനാട്യം ഭരതൻ നായരുടെ കഥയാണെങ്കിലും ലീഡ് സൈജു കുറുപ്പിന്റെ ശശി എന്ന മകൻ കഥാപാത്രമാണ്. മറ്റ് വേഷങ്ങൾക്ക് തങ്ങളുടേതായ പരിമിതമായ ഇടമുണ്ടായിരുന്നു എന്ന് മാത്രം. എന്നാൽ 2ാം ഭാഗത്തിൽ സ്ക്രീനിൽ വരുന്നവരെല്ലാം കോമരങ്ങളാകുന്നു. കലാരഞ്ജിനി, നന്ദു പൊതുവാൾ, ബേബി ജീൻ എന്നിവർ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കും, ചിരിപ്പിക്കും. അതിൽ റാപ്പർ ബേബി ജീനിനെ കാസ്റ്റ് ചെയ്തത് ബ്രില്യന്റ് നീക്കമായിരുന്നു. ഡയലോഗ് ഡെലിവറി കൊണ്ടും നോട്ടം കൊണ്ടും നിൽപ്പ് കൊണ്ടും ബേബിയുടെ സുഭാഷ് തകർത്തു, കലക്കി, പൊളിച്ചു. പിന്നെ ട്രെയിലറിൽ കണ്ട സിനിമാ റെഫറൻസുകളാണ്. അത് സിനിമയിലും ആവശ്യത്തിലേറെയുണ്ട്. പക്ഷേ അതുകൊണ്ട് ഉപദ്രവമില്ലെന്ന് മാത്രമല്ല, നന്നാവുകയും ചെയ്തു. ദൃശ്യം, ബിഗിൽ, ദശരഥം, വേഷം എന്നിങ്ങനെ വന്ന റെഫറൻസുകളെല്ലാം ചിരിപ്പിച്ചു. അതിൽ വേഷത്തിൽ നിന്ന് എടുത്ത ഡയലോഗും അത് പ്ലേസ് ചെയ്ത ഇടവും ഗംഭീരമായി. ചത്താ വച്ച എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇതൊക്കെയെന്ന് ആലോചിക്കണം. ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന ചിത്രത്തിലൂടെ മുന്നിലുള്ള നേരിയ സാധ്യത കൃഷ്ണദാസ് പ്രയോജനപ്പെടുത്തി എന്ന് പറയുന്നതാകും ശരി. ആദ്യ ഭാഗം OTT-യിൽ കണ്ടവർ സൂചി കുത്താൻ ഇടം കൊടുത്തു. കൃഷ്ണദാസ് അതിൽ ജീവനുള്ളതും ഇല്ലാത്തതുമായ ഒരു ലോഡ് കഥാപാത്രങ്ങളെ കയറ്റി. ഹിറ്റടിക്കണമെന്ന വാശിയിൽ ഒരു തിരക്കഥ എഴുതി. ആ വാശിയിൽ സംവിധായകൻ വിജയിച്ചു എന്നാണ് തിയേറ്ററുകളിലെ കയ്യടിയും ചിരിയും സൂചിപ്പിക്കുന്നത്. തിയേറ്റർ വാഴാൻ ഉറപ്പിച്ചാണ് ഭരതൻ നായരുടെ കുടുംബത്തിന്റെ 2ാം വരവ്.